ദേശീയ ഗാനത്തോളം പ്രാധാന്യമുണ്ട് ദേശീയ പ്രതിജ്ഞയ്ക്കും. ദേശീയ ഗാനം എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പ്രതിജ്ഞ എഴുതിയത് ആരാണെന്ന കാര്യം പലർക്കും അറിയില്ല. ഭാരതം എൻ്റെ രാജ്യമാണ്. എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് തുടങ്ങി രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും മാനവികതയും ഊട്ടിയുറപ്പിക്കുന്ന ഈ പ്രതിജ്ഞ എഴുതിയത് ആന്ധ്രാപ്രദേശ് സ്വദേശി പൈദിമാരി വെങ്കിട്ട സുബ്ബറാവു ആണ്. 1962 ഇന്ത്യ ചൈന യുദ്ധകാലത്താണ് സുബ്ബറാവ് ദേശീയ പ്രതിജ്ഞ എഴുതിയത്. സുഹൃത്തായ തെന്നതി വിശ്വനാഥത്തിന് താൻ എഴുതിയ പ്രതിജ്ഞ സുബ്ബറാവ് കാണിച്ചു കൊടുത്തു. അദ്ദേഹം അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി PVG രാജുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അക്കാലത്ത് ബാംഗ്ലൂരിൽ ചേർന്ന ദേശീയ വിദ്യാഭ്യാസ ഉപദേശക സമിതി യോഗത്തിൽ അന്നത്തെ ചെയർമാനായിരുന്ന MC ശുക്ല പ്രതിജ്ഞ അവതരിപ്പിച്ചു. ഇതോടെ സുബ്ബറാവുവിന്റെ വാചകങ്ങൾ ഭാരതത്തിന്റെ ദേശീയതയുടെ ഭാഗമായി. തെലുങ്ക് ഭാഷാ പണ്ഡിതനും എഴുത്തുകാരനും സർക്കാർ ഉദ്യോഗസ്ഥനുമായിരുന്നു സുബ്ബറാവു. തന്റെ മാതൃഭാഷയായ തെലുങ്കിലാണ് ദേശീയ പ്രതിജ്ഞ ആദ്യം എഴുതിയത്. പിന്നീട് 7 ഭാരതീയ പ്രാദേശിക ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി. തുടർന്ന് സ്കൂൾ പാഠപുസ്തകങ്ങളുടെ ആദ്യ താളിൽ ഈ പ്രതിജ്ഞ ചേർത്തു. വിദ്യാലയങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസം പ്രതിജ്ഞ ചൊല്ലണം എന്ന നിർദ്ദേശവുമുണ്ടായി. 1965 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിലാണ് സുബ്ബറാവുവിന്റെ പ്രതിജ്ഞാവാചകങ്ങൾ ഭാരതത്തിന്റെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിക്കപ്പെട്ടത്. വിശാഖപട്ടണത്തിലെ അന്നപൂർണ കോർപ്പറേഷൻ ഹൈസ്കൂളിലാണ് ആദ്യമായി ദേശീയ പ്രതിജ്ഞ ചൊല്ലിയത്. എങ്കിലും ദേശീയ പ്രതിജ്ഞയുടെ രചയിതാവിനെ പുറം ലോകം അറിഞ്ഞില്ല. പാഠപുസ്തകങ്ങളിൽ ചേർത്ത ദേശീയ പ്രതിജ്ഞയുടെ കൂടെ സുബ്ബറാവുവിന്റെ പേരുണ്ടായിരുന്നില്ല.